വാർത്തയിൽ നിന്ന് ആരംഭിക്കുന്നു. നോക്കാൻ തലക്കെട്ടുകൾ. രണ്ടാം പിണറായി സർക്കാർ ആദ്യ സർക്കാരിന്റെ അത്ര പോരെന്ന് AK ബാലൻ. അന്ന് പ്രതിസന്ധികളെ നേരിട്ടതുപോലെ അതിജീവിച്ചതുപോലെ ഇപ്പോൾ കഴിയുന്നില്ലല്ലോ. അന്നത്തേതിനേക്കാളും മോശമല്ല ഇന്നത്തെ സ്ഥിതി. ഈ രൂപത്തിലുള്ളൊരു ചിന്താഗതി സ്വാഭാവികമായിട്ടാകാം. വ്യക്തിപൂജ പ്രവർത്തകരുടെ സ്വാഭാവിക വികാരം. CPM ലീഗ് അണികൾ തമ്മിൽ പഴയ എതിർപ്പില്ല. പിണറായി വീണ്ടും മത്സരിക്കാനുള്ള സാധ്യത തള്ളാൻ കഴിയില്ലെന്നും AK ബാലൻ. എറണാകുളം മഹാരാജാസ് കോളേജിൽ SFI യൂണിറ്റ് സെക്രട്ടറിക്ക് കുത്തേറ്റു. ഫ്രട്ടേണിറ്റി പ്രവർത്തകൻ ബിലാൽ, KSU പ്രവർത്തകൻ അമൽ ടോമി എന്നിവർ കസ്റ്റഡിയിൽ. വധശ്രമത്തിന് കേസെടുത്തു. കോളേജ് അനിശ്ചിതകാലത്തേക്ക് അടച്ചു. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കെതിരായ നീക്കങ്ങളെ പ്രതിരോധിക്കാൻ CPM. അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമെന്ന് MV ഗോവിന്ദൻ. അന്വേഷിക്കേണ്ടത് ED ആണെന്ന് VD സതീശൻ. നിലവിലെ അന്വേഷണം സുതാര്യമെന്ന് പ്രകാശ് ജാവ്ദേക്കർ. സർക്കാരിന്റെ കേന്ദ്രവിരുദ്ധ സമരത്തിൽ പ്രതിപക്ഷം പങ്കെടുക്കുമോ എന്ന് ഇന്നറിയാം. UDF യോഗം വൈകിട്ട്. തിരുവനന്തപുരത്ത് മോദി മത്സരിക്കുമെന്ന അഭ്യൂഹം തള്ളി BJP. ഊഹാപോഹം മാത്രമെന്ന് പ്രകാശ് ജാവ്ദേക്കർ. കേരളത്തിൽ ഇത്തവണ BJP ചരിത്രം എഴുതുമെന്നും ജാവ്ദേക്കർ. MV ഗോവിന്ദനെ വെല്ലുവിളിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വ്യാജമെങ്കിൽ കേസ് കൊടുക്കാം. മുഖ്യമന്ത്രിയുടെ മകൾ എന്നത് ഭരണഘടനയ്ക്ക് മുകളിലുള്ള പദവിയെന്ന് പരിഹാസം. അയോധ്യയിൽ ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ. പ്രാൺ പ്രതിഷ്ഠയ്ക്കുള്ള വിഗ്രഹം ഇന്ന് ശ്രീകോവിലേക്ക്. പ്രതിഷ്ഠയ്ക്ക് ഇനി 4 ദിവസം മാത്രം. പാറശാലയിൽ പാർക്കിങ്ങിനെ ചൊല്ലി സഹോദരന്മാർക്ക് മർദ്ദനം. വാരിയെല്ല് പൊട്ടി. 3 പേർ കസ്റ്റഡിയിൽ. വാർത്തയിൽ ഇന്ന് വിശദമായി. രണ്ടാം പിണറായി സർക്കാർ ആദ്യ സർക്കാരിനൊപ്പം മെച്ചപ്പെടുന്നില്ലെന്ന് വിമർശനമുണ്ടെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ. ആദ്യ സർക്കാരിന്റെ വേഗത്തിൽ വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ രണ്ടാം പിണറായി സർക്കാരിന് കഴിയുന്നില്ല. ആദ്യ സർക്കാർ പ്രതിസന്ധികളെ നേരിട്ടതുപോലെ പുതിയ സർക്കാരിന് കഴിയുന്നില്ലെന്ന് ചിന്തിക്കുന്നവരെ കുറ്റം പറയാനും കഴിയില്ല. കേന്ദ്ര നയങ്ങളാണ് ഈ പ്രതിസന്ധിക്ക് കാരണമെന്നും AK ബാലൻ ന്യൂസ് 18നോട് പറഞ്ഞു. ഒന്നാം പിണറായി ഗവൺമെൻറ്റിൻ്റെ തുടർച്ച എന്നുള്ള നിലയിൽ രണ്ടാം പിണറായി ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ സ്വാഭാവികമായും ഈ ഒന്നാം പിണറായി ഗവൺമെൻറ്റുമായിട്ടാണ് ഈ താരതമ്യം ചെയ്യുക. അതെ, അതാണ് പ്രധാനം. താരതമ്യം ചെയ്യുക. അത് അങ്ങനെ താരതമ്യം ചെയ്യുമ്പോൾ അന്ന് പ്രതിസന്ധികളെ നേരിട്ടതുപോലെ അതിജീവിച്ചതുപോലെ ഇപ്പോൾ കഴിയുന്നില്ലല്ലോ. അന്നത്തേതിനേക്കാളും മോശമല്ല ഇന്നത്തെ സ്ഥിതി. ഈ രൂപത്തിലുള്ളൊരു ചിന്താഗതി സ്വാഭാവികമായിട്ടാകാം. അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും തെറ്റായിട്ടുള്ള നയത്തിൻ്റെ ഭാഗമായി രൂപപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ വാഗ്ദാനം ചെയ്ത ചില കാര്യങ്ങൾ പെട്ടെന്ന് പഴയ വേഗതയിൽ നടപ്പിലാക്കാൻ സാധിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ടൊരു കാരണം അതാണ്. പ്രളയം, കോവിഡ് പോലെയുള്ള വലിയ സങ്കീർണ സാഹചര്യങ്ങളെ നേരിട്ടാണ് തുടർഭരണത്തിലേക്ക് പോകുന്നത്. സ്വാഭാവികമായും അതിലെ ഒരു പ്രധാനപ്പെട്ട വകുപ്പ് ചെയ്ത പ്രധാനപ്പെട്ട മന്ത്രി എന്ന രീതിയിൽ താങ്കൾക്കും അവകാശപ്പെടാൻ ഏറെയുണ്ട്. അവിടെ നിന്ന് നമ്മൾ പുതിയ സർക്കാരിലേക്ക് വരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ അത് വിലയിരുത്തപ്പെടുമ്പോൾ അത്ര ഭേദമാണോ സാഹചര്യമെന്ന സംശയം എനിക്കുണ്ട്. അല്ല, നിങ്ങളെ സംശയം തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒന്നാം പിണറായി ഗവൺമെൻറ്റുമായി നിങ്ങൾ താരതമ്യം ചെയ്യരുത്. അതായത് ഒന്നാം പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിലുള്ള 2 പ്രളയം, അതുപോലെ തന്നെ കോവിഡ്, നിപ്പ, ഇതിനെയൊക്കെ തന്നെ അതിജീവിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഏറ്റവും ശക്തവും ഫലപ്രദവുമായിട്ടുള്ള നടപടികളാണ് ഗവൺമെൻറ് സ്വീകരിച്ചത്. അവിടെയാണ് കേരളത്തിലെ ജനത ഒരു പ്രതിസന്ധിയെ എങ്ങനെയാണ് കേരള ഗവൺമെൻറ് അതിജീവിച്ചത് എന്നുള്ള വിലയിരുത്തൽ നടത്തുന്നത്. ആ പ്രതിസന്ധി ഇപ്പം ഇല്ല. പക്ഷെ ആ പ്രതിസന്ധി ഇല്ലെങ്കിലും അതിനേക്കാളും വലിയൊരു പ്രതിസന്ധി ഇപ്പം വന്നു കഴിഞ്ഞു. രാഷ്ട്രീയ വിവാദങ്ങളിൽ സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും പ്രതിരോധിക്കാൻ മന്ത്രിമാർ രംഗത്തിറങ്ങണമെന്ന് എന്നത് പാർട്ടി തീരുമാനമാണെന്ന് AK ബാലൻ. മുൻപ് ഒരവസരത്തിൽ അതുണ്ടാവുന്നില്ല എന്ന് തോന്നിയപ്പോഴാണ് മന്ത്രി മുഹമ്മദ് റിയാസ് പരസ്യമായി പറഞ്ഞത്. പാർട്ടി നേതാക്കളെക്കാൾ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന മന്ത്രിമാർ പ്രതികരിക്കുന്നത് വിശ്വാസ്യത വർദ്ധിപ്പിക്കും. രാഷ്ട്രീയ വിവാദങ്ങളിൽ മന്ത്രിമാർ പ്രതികരിക്കുന്നതിന് തടസ്സമില്ലെന്നും AK ബാലൻ പറഞ്ഞു.
അല്ല, ഒരു ഘട്ടത്തിൽ ഒരു മന്ത്രിക്ക് തന്നെ പറയേണ്ടി വന്നു മന്ത്രിമാർ കൂടി പ്രതിരോധത്തിന് ഇറങ്ങണമെന്ന്. അത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഒരു ജാഗ്രത കാട്ടി ഇറങ്ങേണ്ടതല്ലേ ശരിക്കും? അല്ല, അത് ഒന്ന് രണ്ട് സംഭവമായി ബന്ധപ്പെട്ടുകൊണ്ട് സാധാരണ നിലയിൽ ഒരു പ്രതികരണം പോരാ എന്ന് തോന്നിയതിൻ്റെ ഭാഗമായി ഗവൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ മന്ത്രിമാർ, അതായത് മന്ത്രിമാരാണ് എന്നുള്ളത് കൊണ്ട് അനങ്ങാതിരിക്കേണ്ട ആവശ്യമില്ല, പ്രതികരിക്കണമെന്നുള്ളത് തീരുമാനിച്ചതാണ്. ആ തീരുമാനമാണ് ആ മന്ത്രി പറഞ്ഞത്. അല്ലാതെ ഇടപെട്ടില്ല എന്നുള്ളത് കൊണ്ടല്ല. മന്ത്രിമാർക്കും ഇടപെടാം, മന്ത്രിമാരും ഇടപെടണം എന്നുള്ളൊരു പാർട്ടി തീരുമാനമാണത്. അതാണ് അദ്ദേഹം പറഞ്ഞത്. അല്ലാതെ ഇടപെടാത്തത് കൊണ്ടല്ല പറഞ്ഞത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പ്രതികരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പോരാ, ഇനിയും കൂടുതൽ പ്രതികരിക്കണമെന്നാണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ അത് പരിഗണിക്കാം. അല്ല, എൻ്റെ അഭിപ്രായമല്ല, താങ്കൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ലേ? ഇല്ല, എനിക്ക് തോന്നിയിട്ടില്ല. പാർട്ടി അങ്ങനെ വിലയിരുത്തിയിട്ടില്ലേ? പാർട്ടി വിലയിരുത്തിയത് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് പാർട്ടി നേതാക്കന്മാർ പ്രതികരിക്കുന്നതോടൊപ്പം തന്നെ മന്ത്രിമാരും പ്രതികരിക്കുന്നതിന് തടസ്സമില്ല. പാർട്ടി പറയുന്നതിനേക്കാളും പാർട്ടി നേതാക്കന്മാർ പറയുന്നതിനേക്കാളും കുറേ കൂടി വിശ്വാസ്യതയും അംഗീകാരവും കിട്ടുക മന്ത്രിമാർ പറയുമ്പോൾ സാധാരണ നിലയിൽ. കാരണം അതിനൊരു ഔപചാരികത്വമുണ്ട്. വ്യക്തിപൂജയെ എ.കെ. ബാലൻ ന്യായീകരിച്ചു. ഇത് പാർട്ടി പ്രവർത്തകരിൽ നിന്നും സ്വാഭാവികമായിട്ടുണ്ടാകുന്നതാണ്. പ്രവർത്തകരുടെ പുകഴ്ത്തലിൽ നേതാക്കൾ വീണുപോവാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടതെന്നും എ.കെ. ബാലൻ പറഞ്ഞു. അല്ലാതെ സ്വാഭാവികമായിട്ടുണ്ടാകുന്നതാണ്. ഇപ്പം മുദ്രാവാക്യം വിളി എങ്ങനെയാണ്? ഇപ്പോൾ പിണറായിക്ക് അനുകൂലമായിട്ടുള്ളൊരു വികാരം ഉണ്ടാകുന്നു. അതാരെങ്കിലും ഒരു ബോധപൂർവ്വം ഉണ്ടാക്കുന്നതല്ല. വെച്ചാൽ ഒരു മനസ്സിൻ്റെ ഉള്ളിൽ ഒരു സ്വാധീനം ഒരു വ്യക്തിക്ക് ചെലുത്താൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ വ്യക്തിത്വത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ മുദ്രാവാക്യം വിളിയും ഉണ്ടാവും. സംസാരിക്കുന്ന സമയത്തുള്ള ചില നാമവിശേഷണങ്ങളും പ്രയോഗങ്ങളും ഉണ്ടാവും. അത് സ്വാഭാവികമായി. ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. അത് മറ്റുള്ളവർക്ക് ഇല്ലാത്തതിൻ്റെ കാരണം പിണറായി അല്ലല്ലോ കുറ്റക്കാരൻ. ഒരു മനുഷ്യനോട് ആരാധന തോന്നുന്ന സമയത്ത് നാമവിശേഷണങ്ങൾ പറയും. അതിന് നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. അതിന് വിധേയമാകുന്നയാൾ ഞാൻ പാർട്ടിക്ക് അതീതനാണെന്ന് ചിന്തിച്ചു പോയാലേ പ്രശ്നമുള്ളൂ. അത് പാർട്ടി സാധാരണ നിലയിൽ അതിനുള്ള അവസരം ഉണ്ടാക്കില്ല. മുസ്ലിം ലീഗിനെ സംഘപരിവാറിന്റെ ഇരയാക്കാൻ CPM അനുവദിക്കില്ലെന്ന് എ.കെ. ബാലൻ ന്യൂസ് 18 വ്യക്തമാക്കി. CPM ലീഗ് അണികൾക്കിടയിൽ പഴയ എതിർപ്പ് ഇപ്പോഴില്ല. ലീഗിനെ ശത്രുവായി കാണാൻ CPM തയ്യാറല്ല. പരാജയപ്പെടുന്ന UDF-നൊപ്പം എന്തിന് നിൽക്കണമെന്ന ചിന്ത ലീഗ് നേതൃത്വത്തിനുണ്ടെന്നും എ.കെ. ബാലൻ പറഞ്ഞു. ലീഗ് അണികളും CPM-ഉം CPIM അണികളും അല്ലെങ്കിൽ LDF-ഉം LDF അണികളും തമ്മിൽ പഴയ രൂപത്തിൽ ലീഗിനോട് വെറുപ്പില്ല. കാരണം എന്താ? ആ ലീഗിൽ അണിചേരുന്ന ഭൂരിപക്ഷവും മതന്യൂനപക്ഷങ്ങളാണ്. ആ മതന്യൂനപക്ഷങ്ങളെ വേട്ടയാടാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ജീവനുള്ളിടത്തോളം കാലം കഴിയില്ല. അത്തരമൊരു സാഹചര്യത്തിൽ ബ്ലാങ്കായി പണ്ട് ലീഗിനെ എതിർക്കുന്നത് പോലെ ഇപ്പം എതിർക്കുന്നത് ആ സമുദായത്തിന് തന്നെ അപകടകരമായിരിക്കും. പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ ലീഗിനെയോ ലീഗ് അണികളെയോ ഒറ്റപ്പെടുത്തി RSSൻ്റെയും സംഘപരിവാറിൻ്റെയും ഇരകളാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. അത് ഞങ്ങൾക്ക് കഴിയില്ല. അത് ഞങ്ങളുടെ വർഗ താല്പര്യമാണ്. ഞങ്ങളൊരു വർഗത്തിൻ്റെ പാർട്ടിയാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ മത്സരിക്കാനുള്ള സാധ്യത തള്ളാതെ എ.കെ. ബാലൻ മത്സരിക്കില്ലെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. അപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തെ അടിസ്ഥാനമാക്കിയാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക. പിണറായി മാറി നിന്നാൽ കൂട്ടായ നേതൃത്വം പാർട്ടിയെ നയിക്കുമെന്ന് എ.കെ. ബാലൻ ന്യൂസ് 18 വ്യക്തമാക്കി. അല്ല, രാഷ്ട്രീയ രംഗത്ത് ഇപ്പോൾ നാളെ എന്ത് സംഭവിക്കുമെന്നുള്ളത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ സഖാവ് പിണറായിക്ക് എക്സംഷൻ കൊടുത്തതാണ് അദ്ദേഹം വീണ്ടും മത്സരിക്കാനും മുഖ്യമന്ത്രിയാകുന്നതിനും കാരണം. അപ്പം അതുകൊണ്ട് മത്സരിക്കില്ല എന്നൊന്നും ഇപ്പോൾ ആയിരിക്കും പറയാൻ പറ്റില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ രണ്ടാം വരവിനെ സംബന്ധിച്ച് അത് പാർട്ടിക്ക് അനിവാര്യമായിരുന്നു എന്ന് തോന്നിയത് കൊണ്ടാണല്ലോ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അത് ആ സാഹചര്യത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുണ്ടാവും. അതായത് പിണറായി ഇനി മത്സരിക്കുകയോ ഇല്ലയോ എന്നുള്ളതൊന്നും ഇപ്പം നമുക്ക് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ സാഹചര്യത്തിൽ പാർട്ടി തീരുമാനിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാവാനുള്ള സാധ്യത തള്ളി എ.കെ. ബാലൻ. തെരഞ്ഞെടുപ്പ് രംഗത്ത് മത്സരിക്കാൻ ഇനി തനിക്ക് ആഗ്രഹമില്ല. മത്സരിക്കാൻ പാർട്ടി നിർബന്ധിക്കില്ല. കെ ശൈലജയെ ലോക്സഭയിൽ മത്സരിപ്പിക്കുന്നതിനെക്കുറിച്ച് പാർട്ടി ആലോചിച്ചിട്ടില്ല എന്നും എ.കെ. ബാലൻ വ്യക്തമാക്കി. ഈ ലോക്സഭയിൽ താങ്കളെ ഒരു സ്ഥാനാർത്ഥിയായി കാണാൻ ആ ചോദ്യത്തിന് ഞാൻ യഥാർത്ഥത്തിൽ പറയേണ്ട ഉത്തരം നിങ്ങളോട് പറയാൻ പറ്റില്ല. പക്ഷേ എൻ്റെ സമീപനം എന്താണെന്ന് എൻ്റെ പാർട്ടിക്ക് അറിയാം. വ്യക്തിപരമായി ഒരു താല്പര്യമില്ലാത്തതാണ് പാർലമെൻ്ററി
സ്ഥാനങ്ങളിലേക്കുള്ള ഇനിയുള്ള എൻ്റെ പ്രവേശനം. പക്ഷെ പാർട്ടി നിർബന്ധിച്ചാൽ അല്ല, അങ്ങനെ നിർബന്ധിക്കില്ല. എന്നെ അറിയാവുന്ന ആരും എന്നെ നിർബന്ധിക്കില്ല. അപ്പം ഇനി തെരഞ്ഞെടുപ്പിലേക്ക് ഇല്ല. അല്ല, അതിനെ പറ്റിയിട്ടൊന്നും ഞാനിപ്പം പറയുന്നില്ല. അതല്ലേ ഞാൻ പറഞ്ഞത്. ഞാൻ അതാണല്ലോ പറഞ്ഞത്. താങ്കളുടെ ഒരു സാന്നിധ്യം കാരണം അതായത് പുതിയ തലമുറക്ക് ഞങ്ങൾ തന്നെ ലോകാവസാനം വരെ ഓരോരോ സ്ഥാനത്തിരിക്കണമെന്നല്ലല്ലോ വേണ്ടത്. അപ്പോൾ സ്വരം നന്നാവുമ്പോൾ പാട്ടങ്ങ് നിർത്തുക. അക്കാര്യത്തിൽ ഒരു മോശമില്ലാത്ത ഒരു സ്വരമായിരുന്നു എൻ്റെ. സംഘടന രംഗത്തായാലും പാർട്ടി രംഗത്തായാലും അതിനാവശ്യമായിട്ടുള്ള റെക്കഗ്നീഷൻ പാർട്ടി തന്നിട്ടുമുണ്ട്. ഇതിനേക്കാൾ അപ്പുറം ഇനി ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല. അത് മാത്രമല്ല, അത്തരം ഒരു കാര്യത്തെ സംബന്ധിച്ച് എൻ്റെ മനസ്സിൻ്റെ അകത്ത് ഒരിക്കലും ഒരു ചിന്ത ഉണ്ടാവുകയും. മലബാറിലെ പ്രത്യേകിച്ച് കണ്ണൂരോ വടകരയോ അങ്ങനെയുള്ള ഏതെങ്കിലും സീറ്റിൽ കെ ശൈലജ ടീച്ചർ മത്സരിക്കും എന്നൊക്കെ ചില അഭ്യൂഹങ്ങൾ. ചോദ്യത്തിനൊന്നും ഇപ്പോൾ ഉത്തരം പറയാൻ ഞാൻ ശക്തനല്ല. കാരണം അങ്ങനെയുള്ള ഒരു ആലോചന ഉണ്ടായിട്ടേ ഇല്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെ ന്യായീകരിച്ച കെ ബാലൻ, പോലീസിന്റെ കാര്യങ്ങളിൽ പി ശശി ഇടപെടാറില്ല, പ്രതിപക്ഷം കള്ളപ്രചാരണമാണ് നടത്തുന്നത്, പോലീസിന് വീഴ്ച പറ്റുന്നുവെന്ന് വിമർശനമുണ്ട്, പോലീസുകാർ ചെയ്യുന്നതെല്ലാം ന്യായീകരിക്കാൻ കഴിയില്ല, വീഴ്ച വരുത്തുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്നും കെ ബാലൻ വ്യക്തമാക്കി. ഇതിലൊരു പൊളിറ്റിക്കൽ സെക്രട്ടറി ഇടപെട്ടിട്ടാണോ നിർദ്ദേശം കൊടുക്കുന്നത്? പൊളിറ്റിക്കൽ സെക്രട്ടറി ആണോ താഴോട്ടേക്ക് നിർദ്ദേശം കൊടുക്കുക? അല്ല, പൊളിറ്റിക്കൽ സെക്രട്ടറി അങ്ങനെയൊന്നും ഇടപെടാതെ ഒരിടപെടലും ശശി നടത്താറില്ല. ഒരിടപെടലും നടത്താറില്ല. പിന്നെ കള്ളപ്രചരണം നടത്തുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ആർക്കുമില്ലല്ലോ. ശശി വിളിച്ച് പറയുകയാണോ SIയോട് നിങ്ങൾ ഇന്നത് ചെയ്യണം, ലാത്തിചാർജ് ചെയ്യണം, അല്ല അറസ്റ്റ് ചെയ്യണം? അങ്ങനെയാണോ പോലീസിൻ്റെ സംവിധാനം? അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ആക്സസ് ചെയ്തു എന്ന് വിചാരിക്കുക. ഒരു സംശയവും വേണ്ട, അങ്ങനെയുള്ള പോലീസുകാരുടെ പേരിൽ ശക്തമായിട്ടുള്ള നടപടിയും എടുക്കും. അത് പൊതുസമൂഹത്തിന് ബോധ്യപ്പെടാവുന്ന രൂപത്തിൽ മാതൃകാപരമായിട്ടുള്ള ശിക്ഷാ നടപടി സ്വീകരിക്കും. പോലീസുകാർ പറയുന്നതെല്ലാം ചെയ്യുന്നതെല്ലാം ശരിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ചില പ്രവൃത്തികൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ചിലപ്പോൾ എക്സസ് ഉണ്ടാവും. ആ എക്സസ് ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞാൽ നടപടി ഉണ്ടാവും. കെ ബാലനുമായുള്ള പ്രത്യേക അഭിമുഖം ഇന്ന് രാത്രി 9:30 ന്യൂസ് 18 കാണാം. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി എക്സാലോജിക്കിനെതിരായ അന്വേഷണത്തെ പ്രതിരോധിക്കാൻ CPM, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും CBIയും അന്വേഷണത്തിന് വരുന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്നും ഇത്തരത്തിലുള്ള അന്വേഷണങ്ങളെ CPM ഭയക്കുന്നില്ല എന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കി. അതേസമയം കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. അന്വേഷണത്തിൽ രാഷ്ട്രീയമില്ലെന്നാണ് BJPയുടെ നിലപാട്. VV റിപ്പോർട്ടിലേക്ക്. എക്സാലോജിക് വിഷയവും മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ കേന്ദ്ര അന്വേഷണവും വീണ്ടും സജീവ ചർച്ചയായി മാറുകയാണ്. ഇത് രാഷ്ട്രീയ നീക്കം, രാഷ്ട്രീയ ഉദ്ദേശത്തോടുള്ള നീക്കമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് CPM സംസ്ഥാന സെക്രട്ടറി പാർട്ടി മുഖപത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇത്തരം നീക്കങ്ങൾ ഇനിയും ഉണ്ടാകും. മന്ത്രി P രാജീവിനെതിരായ കരുവന്നൂർ വിഷയത്തിൽ അന്വേഷണ നീക്കമുണ്ട്. അതുപോലെ തോമസ് ഐസക്കിനെതിരായ EDയുടെ അന്വേഷണമുണ്ട്. അതിനൊപ്പമാണ് വീണ വിജയനും എക്സാലോജിക്കിനുമുള്ള അന്വേഷണത്തെയും CPM സംസ്ഥാന സെക്രട്ടറി കാണുന്നത്. CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലനും പൂർണ്ണമായും രാഷ്ട്രീയ ഉദ്ദേശത്തോടുള്ള നീക്കമാണ് കേന്ദ്ര ഏജൻസി നടത്തുന്നതെന്ന ആരോപണമാണ് ഇന്ന് ഉന്നയിച്ചത്. നോട്ടീസ് പോലും പിണറായി വിജയനോ വീണക്കോ ഇതുവരെ വന്നിട്ടില്ല ഹൈക്കോടതിയിൽ നിന്ന്. നോട്ടീസ് അയക്കണോ എന്ന് പോലും തീരുമാനിക്കാത്തൊരു കേസാണിത്. ഹൈക്കോടതിയിൽ വന്ന അവസരത്തിൽ വിജിലൻസ് കോടതി പരിപൂർണമായും ഇത് അഴിമതി അല്ല, എന്താ വിജിലൻസ് അന്വേഷിക്കാത്തതെന്നാണ് ഇടക്കിടയ്ക്ക് ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. വിജിലൻസ് കോടതി തള്ളിയ കേസാണിത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള റിവിഷൻ പെറ്റീഷൻ്റെ മുകളിൽ ഒരു നോട്ടീസ് പോലും ഇതുവരെ മുഖ്യമന്ത്രിക്കോ വീണക്കോ കിട്ടിയിട്ടില്ല. എന്നാൽ എന്തുകൊണ്ടാണ് ഇത്തരം അന്വേഷണം, വീണ ചെയ്ത തെറ്റ് എന്ത് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവദേക്കർ ഇന്ന് പ്രതികരണം നടത്തിയത്. അത് കൃത്യമായ അന്വേഷണം, സുതാര്യമായ അന്വേഷണം നടത്തുമെന്ന ഉറപ്പും അദ്ദേഹം നൽകി. We don't take action or put inquiry because somebody is in position, but we are taking against those who break the law and those who are culprits. So they are accused, investigation will be done, fair investigation will happen, and everybody who is guilty will be punished. That is the simple message of Modi government. പ്രതിപക്ഷവും ഇപ്പോഴും ഈ വിഷയത്തിൽ ശക്തമായ നിലപാട് തന്നെയാണ് എടുക്കുന്നത്. കൃത്യമായ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന മുൻവാദം പ്രതിപക്ഷം ആവർത്തിക്കുന്നു. അപ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ ഇക്കാര്യത്തിലും ഒരു CPM BJP ഒത്തുകൾ നടക്കുമെന്ന സംശയവും ആശങ്കയും പ്രതിപക്ഷ നേതാവ് പങ്കുവച്ചു. അപ്പൊ CBIയും EDയും അന്വേഷിക്കേണ്ട കേസാണ് ഇത് എന്ന് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് എന്ന് പറയുന്ന സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി സർക്കാരിന് റിപ്പോർട്ട് കൊടുക്കുന്നു. കേന്ദ്ര സർക്കാർ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തെ കൊണ്ട് ഇത് അന്വേഷിപ്പിക്കും. അത് തന്നെ ഇവർ തമ്മിലുള്ള ഏർപ്പാടിന്റെ ഭാഗമാണ്.
ഏതായാലും എക്സാലോജിക് വിഷയം ഓരോ ദിവസവും കൂടുതൽ വലിയ പ്രതിരോധം CPM-നെ തീർക്കാൻ നിർബന്ധമാക്കുകയാണ്. CPM-നെതിരെ വലിയ രാഷ്ട്രീയ ആയുധമായി മാറുകയാണ്. സ്വാഭാവികമായി CPM കേന്ദ്രങ്ങൾ ആശങ്കപ്പെടും പോലെ, ആരോപിക്കും പോലെ ഇത് മുഖ്യമന്ത്രിയുടെ മകൾ എന്ന ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാകില്ല. സ്വാഭാവികമായും അതുവഴി മുഖ്യമന്ത്രിയിലേക്കും സംസ്ഥാന സർക്കാരിലേക്കും CPM-ലേക്കുമൊക്കെ ഈ അന്വേഷണം എത്തും. അതുകൊണ്ടാണ്, അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ശക്തമായ രാഷ്ട്രീയ പ്രതിരോധത്തിന് CPM തയ്യാറെടുക്കുന്നത്. കേന്ദ്രവിരുദ്ധ സമരത്തിന് തയ്യാറെടുക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ ക്ഷണത്തിൽ തീരുമാനമെടുക്കാൻ ഇന്ന് UDF യോഗം. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഡൽഹിയിൽ നടത്തുന്ന സമരത്തിലാണ് പ്രതിപക്ഷത്തെയും ക്ഷണിച്ചത്. കേന്ദ്ര നയങ്ങൾക്കെതിരെ പ്രതിപക്ഷത്തെയും ക്ഷണിച്ചുള്ള പുതിയ രാഷ്ട്രീയ നീക്കമാണ് CPM ലക്ഷ്യമിടുന്നതും. കേന്ദ്രത്തിനെതിരെ DYFIയും മനുഷ്യചങ്ങല പ്രഖ്യാപിച്ച രംഗത്തുണ്ട്. ഡാൻ കുര്യൻ റിപ്പോർട്ടിലേക്ക്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഡൽഹി ജന്തർ മന്ദറിൽ നടക്കാൻ പോകുന്ന കേന്ദ്രവിരുദ്ധ സമരത്തിൽ UDF-നും ക്ഷണമുണ്ടായെങ്കിലും അതിൽ പങ്കെടുക്കണമോ എന്ന കാര്യത്തിൽ അന്തിമമായ തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയാണ് UDF നേതൃയോഗം വൈകിട്ട് ചേരുന്നത്. വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് UDF-നുള്ളിൽ തന്നെ ഉയരുന്നത്. ഒരു വിഭാഗം ദേശീയ തലത്തിൽ തന്നെ BJP-ക്കെതിരായ ശക്തികൾ ഒന്നിച്ചു നിൽക്കുന്നതാണ് പുതിയ നിലപാട്. അതുകൊണ്ട് തന്നെ സമരത്തിൽ പങ്കെടുക്കുന്നതിൽ തെറ്റില്ല എന്ന നിലപാടുമായി ഒരു വിഭാഗം നേതാക്കൾ രംഗത്ത് വരുമ്പോൾ ഭൂരിപക്ഷം നേതാക്കൾ പറയുന്നത് അത്തരത്തിലൊരു സമരത്തിന് പോയാൽ അത് പ്രവർത്തകരുടെ മനോവീര്യം തകർക്കുമെന്നാണ്. ദേശീയ തലത്തിലും BJP-ക്കെതിരെയും സംസ്ഥാനത്ത് LDF-നെതിരെയും തനിച്ച് പോരാടുന്നതാണ് കോൺഗ്രസ് ഇതുവരെ ശീലിച്ചു വന്ന ശൈലി. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാട് ഈ വിഷയത്തിൽ മാത്രം കൈക്കൊണ്ടാൽ അത് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ UDF പ്രവർത്തകർക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുമെന്ന നിലപാടാണ് ഒരു വിഭാഗം നേതാക്കൾ മുമ്പോട്ട് വെക്കുന്നത്. അതിനിടയിൽ DYFI സംസ്ഥാന സെക്രട്ടറി തന്നെ യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ സംഘടനകൾ, യുവജന സംഘടനകൾ ഈ സമരത്തിന്റെ ഭാഗമാകണമെന്ന ആഹ്വാനവുമായി രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. രാജ്യം ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി പോവുകയാണ്. അപ്പം അതിനിടയിൽ കേന്ദ്ര ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്ന അങ്ങേയറ്റം ഇത്തരം നീക്കങ്ങൾക്കെതിരായിട്ട് യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെ സമരത്തിൽ വരണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതുകൊണ്ട് ഞങ്ങളുടെ മനുഷ്യച്ചങ്ങലയിൽ യൂത്ത് കോൺഗ്രസിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങളുടെ മനുഷ്യച്ചങ്ങലയിൽ യോജിക്കാൻ കഴിയുന്ന എല്ലാ ജനാധിപത്യ യുവജന സംഘടനകളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. എന്തായാലും വ്യത്യസ്തമായ അഭിപ്രായം UDF-നുള്ളിൽ നിന്ന് തന്നെ ഉയരുന്നുണ്ടെങ്കിലും തനിച്ച് സമരം ചെയ്താൽ മതി എന്ന നിലപാടിനാണ് ഭൂരിപക്ഷ പിന്തുണയെന്നാണ് അറിയാൻ കഴിയുന്നത്. വൈകിട്ട് 8 മണിക്ക് ശേഷമായിരിക്കും ഓൺലൈനായി UDF നേതൃയോഗം ചേരുക. ഈ നേതൃയോഗത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ട അന്തിമമായ തീരുമാനം കൈക്കൊള്ളും. എറണാകുളം മഹാരാജാസ് കോളേജിൽ SFI യൂണിറ്റ് സെക്രട്ടറി നാസർ അബ്ദുൾ റഹ്മാൻ കുത്തേറ്റ സംഭവത്തിൽ വധശ്രമത്തിന് കേസെടുത്തു. ഫ്രട്ടേണിറ്റി പ്രവർത്തകൻ ബിലാൽ, KSU പ്രവർത്തകൻ അമൽ ടോമി എന്നിവർ കസ്റ്റഡിയിലുണ്ട്. ഫ്രട്ടേണിറ്റി പ്രവർത്തകനെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ബഹളം വെച്ചെന്ന പരാതിയിൽ ഡോക്ടറുടെ പരാതിയിലും കേസെടുത്തിട്ടുണ്ട്. അതേസമയം 14 പേരുടെ സംഘമാണ് ഇത്തരത്തിൽ ആക്രമണം നടത്തിയതെന്ന് കോളേജ് യൂണിയൻ ചെയർമാൻ തമീം റഹ്മാൻ പറഞ്ഞു. ഇന്നലെ അത്യാവശ്യം വൈകിട്ടാണ് നാടകത്തിന്റെ പരിശീലനം കഴിഞ്ഞിട്ടുള്ളത്. ഒരു 12:00 നാടകത്തിന്റെ പരിശീലനം കഴിഞ്ഞ് നാസർ അതുപോലെ തന്നെ അശ്വതി എന്ന് പറയുന്ന കുട്ടികൾ താഴേക്ക് ഇറങ്ങി. സ്ലക്കം 4-ലാണ് ഈ പരിശീലനം. താഴേക്ക് ഇറങ്ങി ഉടനെ തന്നെ ഒരു 14 അംഗ സംഘം സഖാവിനെയും 4 പേരെയും വളയാണ്. അവിടെ കയ്യിൽ വടിവാള്, അതുപോലെ തന്നെ ഈ ബിയർ കുപ്പികൾ, കല്ല്, മരക്കഷ്ണം ഇതൊക്കെ കൊണ്ടാണ് വളയുന്നത്. ഇത് കണ്ട ഉടനെ തന്നെ എല്ലാവരും ചെതറി ഓടുകയാണ്. അപ്പോൾ നാസർ ഓടുമ്പോൾ നാസറിനെ മുണ്ട് പിടിച്ച് വലിച്ച് നിലത്തിട്ടിട്ടാണ് ഇവർ ഈ ക്രൂരത ചെയ്യുന്നത്. ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയിട്ടുള്ള വിഷയമല്ല. നിരന്തരമായിട്ട് ക്യാമ്പസിലെ യൂണിയൻ പരിപാടികൾക്കിടയിൽ, SFIയുടെ സംഘടനാ പരിപാടികൾക്കിടയിൽ ബോധപൂർവ്വം അലമ്പാക്കുന്ന യൂണിയൻ പരിപാടികളൊക്കെ റദ്ദ് ചെയ്യുന്ന രീതിയിലുള്ള ഇടപെടലാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. SFIയുടെ പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുന്നത്. നവമി ദിനേശ് ചേരുന്ന വിവരങ്ങളുമായി. നവമി, SFI പ്രതിഷേധം നടത്തുന്നത് ഇതെങ്ങോട്ടേക്കാണ്? ഒപ്പം ഈ 14 പേർ അക്രമി സംഘത്തിൽ ഉണ്ടായിരുന്നു എന്ന് അവർ ആരോപിക്കുന്നു. പക്ഷേ 2 പേരല്ലേ കസ്റ്റഡിയിലുള്ളത്? ഈ അന്വേഷണത്തിൽ തൃപ്തിയുണ്ടോ SFI നേതൃത്വത്തിന്? എൽദോ, മഹാരാജാസ് കോളേജിലെ ആക്രമണവുമായി ബന്ധപ്പെട്ട് കോളേജ് അനിശ്ചിതകാലത്തേക്ക് അടച്ചിട്ടിരിക്കുകയാണ്. എന്തായാലും കോളേജിനുള്ളിൽ പ്രതിഷേധവുമായി SFI പ്രവർത്തകർ നീങ്ങുകയാണ്. അതായത് പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത്. SFI പ്രവർത്തകർക്ക് നേരെയുള്ള ഈ വേട്ടയാടലുകൾ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം. മറ്റൊന്ന്, ഈ കേസിൽ പ്രതികളായ, അതായത് നാസറിനെ ആക്രമിച്ച പ്രവർത്തകരെ 15ഓളം പ്രവർത്തകരുണ്ടെന്നാണ് ഇവർ പറയുന്നത്. ഇവരെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. ലോ കോളേജിലെ SFI വിദ്യാർത്ഥികളും ഈ മഹാരാജാസ് കോളേജ് SFI പ്രവർത്തകർക്ക്
പിന്തുണയുമായി എത്തിയിട്ടുണ്ട്. ഇവർ ഇപ്പോൾ ലോ കോളേജിൽ നിന്ന് പ്രതിഷേധം ആരംഭിച്ച് മഹാരാജാസ് കോളേജിന്റെ ഉള്ളിലേക്ക് കടന്ന ശേഷം തിരിച്ച് ലോ കോളേജിലേക്ക് തന്നെ പോവുകയാണ്. അങ്ങനെയാണ് ഇവർ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. എലിമെന്റ്സുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു തർക്കത്തിലേക്കും ഒക്കെ ആ ഒരു വൈരാഗ്യം അധ്യാപകനും ഈ വിദ്യാർത്ഥിക്കുമിടയിൽ നിന്നിരുന്നുവെന്ന് അധ്യാപകനും ഇന്നലെ സ്ഥിരീകരിക്കുന്നു. അങ്ങനെ പല രീതിയിൽ ഈ ഫ്രട്ടേണിറ്റി SFIയിലെ പല വിദ്യാർത്ഥികളുമായി പരസ്പരം സംഘർഷമുണ്ടാകുകയും ഒക്കെ ചെയ്തിരുന്നു. ഇന്നലെ അധ്യാപകനെ മർദ്ദിച്ച കേസിൽ സസ്പെൻഷനിലുള്ള ഒരു വിദ്യാർത്ഥി കൂടിയാണ് ബിലാൽ. ആ വിദ്യാർത്ഥിയാണ് ഇന്നലെ രാത്രി തന്നെ കോളേജിൽ അതിക്രമിച്ചു കയറി ഈ SFIയുടെ പ്രവർത്തകനായ നാസറിനെ കുത്തുകയും ചെയ്തത്, മർദ്ദിക്കുകയും ചെയ്തത്. അപ്പോൾ SFI ആരോപിക്കുന്നത് എങ്ങനെയാണ് സസ്പെൻഷനിലുള്ള വിദ്യാർത്ഥിക്ക് കോളേജിലേക്ക് പ്രവേശിക്കാനാകുന്നത്. അതോടൊപ്പം ഈ സംഘത്തിലുള്ള ഈ 15 പേരിലെ സംഘത്തിലുള്ള 6 പേർ കോളേജിലെ തന്നെ വിദ്യാർത്ഥികളാണ്, മറ്റുള്ളവർ പുറത്തു നിന്നുള്ളവരാണ്. അങ്ങനെയാണെങ്കിൽ ഗുണ്ടകളെ കൊണ്ടുവന്ന് ഞങ്ങളെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് KSUവിന്റെയും ഫ്രട്ടേണിറ്റിയുടെയും പ്രവർത്തകർ നീങ്ങുന്നു. ഇതെങ്ങനെയാണ് സാധ്യമാകുക എന്നുകൂടി SFI ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ കുറച്ചു നാളുകളായി കോളേജിൽ നടക്കുന്ന ഒരു സംഘർഷത്തിന്റെ ബാക്കി പത്രം എന്നോണമാണ് ഇന്നലെ രാത്രി നടന്ന സംഘർഷവും. നമുക്കറിയാവുന്നത് തന്നെ അഭിമന്യു കേസുമായി ബന്ധപ്പെട്ട് അഭിമന്യു കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് വളരെ വിവാദങ്ങളിൽ നിറഞ്ഞു നിന്ന ഒരു കോളേജ് കൂടിയായിരുന്നു മഹാരാജാസ്. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ അത് എത്രയും വേഗം അതൊരു പരിഹരിക്കേണ്ടത് തന്നെയാണ്, അപലപനീയം തന്നെയാണ്. എൽദോ ശരി, മഹാരാജാസ് കോളേജിൽ SFI യൂണിറ്റ് സെക്രട്ടറി നാസർ അബ്ദുൾ റഹ്മാനാണ് ഇന്നലെ കുത്തേറ്റത്. ഇന്ന് രാവിലെ ശസ്ത്രക്രിയ നടത്തി. തൃപ്തികരമാണ് ആരോഗ്യനില. 2 പേർ ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട്. KSU പ്രവർത്തകൻ അമൽ ടോമി, ഫ്രട്ടേണിറ്റി പ്രവർത്തകൻ ബിലാൽ എന്നിവരാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. തന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന MV ഗോവിന്ദന്റെ പ്രസ്താവന നിരുത്തരവാദപരമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. ചികിത്സാ രേഖകളും CCTV ദൃശ്യങ്ങളും പരിശോധിക്കാം. തന്റേത് വ്യാജരേഖയെങ്കിൽ കേസ് കൊടുക്കാൻ MV ഗോവിന്ദനെ വെല്ലുവിളിക്കുന്നുവെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. അദ്ദേഹം നിശ്ചയിക്കുന്ന ദിവസം തിരുവനന്തപുരത്ത് ഞാനും അദ്ദേഹവും ഒരുമിച്ച് ഞാൻ ചികിത്സയിലുണ്ടായിരുന്ന സ്വകാര്യ മെഡിക്കൽ കോളേജിൽ പോകുവാൻ തയ്യാറാണ്. സ്വകാര്യ മെഡിക്കൽ കോളേജിൽ പോയി അവിടുത്തെ ചികിത്സാ രേഖകൾ അദ്ദേഹത്തിന് നേരിട്ട് പരിശോധിക്കാം. ഡിസ്ചാർജ് സമ്മറി മാത്രമാക്കണ്ട. ഞാൻ സ്വീകരിച്ചിട്ടുള്ള മരുന്നുകൾ എന്തൊക്കെയാണ്, ഞാൻ എത്ര ദിവസം അവിടെ അഡ്മിറ്റ് ആയിരുന്നു, ഇനി ഞാൻ അവിടെ കിടന്നിട്ട് തന്നെ ഉണ്ടോ, അതിനകത്ത് സംശയമുണ്ടെങ്കിൽ CCTV ഫൂട്ടേജ് അടക്കം ശ്രീ MV ഗോവിന്ദന് കൊടുക്കുവാൻ ഞാൻ കൂടി ആ ആശുപത്രി അധികൃതരോട് റിക്വസ്റ്റ് ചെയ്യാം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ വീണ്ടും കരിങ്കൊടി പ്രതിഷേധം. കായംകുളം MSN കോളേജിന് സമീപത്ത് വെച്ചായിരുന്നു ഗവർണറെ SFI പ്രവർത്തകർ കരിങ്കൊടി കാട്ടിയത്. തൃശൂരിൽ വിലക്ക് ലംഘിച്ച് TN പ്രതാപനായി വീണ്ടും ചുവരെഴുത്ത്. എളവള്ളിയിലാണ് ചുവരെഴുത്ത് കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം വെങ്കിടങ്ങ് സെന്ററിൽ എഴുതിയ ചുവരെഴുത്ത് TN പ്രതാപൻ ഇടപെട്ട് തന്നെ മായ്പ്പിച്ചിരുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപേ ചുവരെഴുതരുത് എന്ന നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ നിർദ്ദേശം ലംഘിച്ചാണ് എളവള്ളിയിൽ TN പ്രതാപന് വേണ്ടി വീണ്ടും ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടത്. കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ നേതൃയോഗത്തിൽ ക്ഷുഭിതനായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മണ്ഡലം പ്രസിഡന്റുമാരിൽ ഭൂരിഭാഗം പേരും യോഗത്തിന് എത്താത്തതാണ് പ്രതിപക്ഷ നേതാവിനെ ചൊടിപ്പിച്ചത്. ഇത്തരമൊരു സാഹചര്യത്തിൽ എന്ത് വിശ്വസിച്ചാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്ന് പ്രസംഗത്തിനിടെ VD സതീശൻ വിമർശിച്ചു. ഈ മാസം 21-ന് മഞ്ചേശ്വരത്ത് നിന്ന് ആരംഭിക്കുന്ന രീതിയിലാണ് സമരാഗ്നി എന്ന സംസ്ഥാന ജാഥ ആസൂത്രണം ചെയ്തത്. സംസ്ഥാന അധ്യക്ഷൻ K സുധാകരനാകും ജാഥ നയിക്കുക എന്നാണ് നേരത്തെ നിശ്ചയിച്ചത്. ഇത് സംബന്ധിച്ച ഒരുക്കങ്ങൾ വിലയിരുത്താനാണ് ജില്ലാ നേതൃയോഗം വിളിച്ചത്. ഇതിലേക്ക് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലം പ്രസിഡന്റുമാരിൽ ഭൂരിഭാഗം പേരും ബ്ലോക്ക് പ്രസിഡന്റുമാരിൽ 3 പേരും പങ്കെടുത്തില്ല. ഇതാണ് VD സതീശനെ ചൊടിപ്പിച്ചത്. നേതൃതലത്തിൽ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ എന്ത് വിശ്വസിച്ചാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുകയെന്നായിരുന്നു സതീശന്റെ ചോദ്യം. ഇപ്പോൾ തെരഞ്ഞെടുത്തതല്ലേയുള്ളൂ, ആരംഭശൂരിത്വമെങ്കിലും കാണിക്കണ്ടേ എന്ന് പറഞ്ഞ VD സതീശൻ യോഗത്തിനെത്താത്തവർക്ക് ഉടൻ നോട്ടീസ് നൽകാനും നിർദ്ദേശിച്ചു. ഒരു യോഗം വിളിച്ചിട്ട് ഇതിൽ വരാത്ത മണ്ഡലം പ്രസിഡന്റിനെ മാറ്റാം. മാറ്റാൻ എളുപ്പമാണ്, വെക്കാനാണ് പാട്. വെക്കാൻ ഭയങ്കര പാടാണ്.
മാറ്റാൻ വളരെ എളുപ്പമാണ്, പെട്ടെന്ന് മാറ്റാം, ഉറപ്പായിട്ടും മാറ്റേണ്ടി. ഇതിന് വരാത്തതല്ല, ഇപ്പൊ നോട്ടീസ് കൊടുക്കുക, ഒരു അഭിപ്രായം പറഞ്ഞത് ഇതുപോലൊരു യോഗം തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ടൊരു യോഗം വിളിച്ചിട്ട് ഇപ്പൊ വന്നുള്ള മണ്ഡലം പ്രസിഡന്റുമാർ ആരംഭ ശൂരത്വം കാണിക്കുന്നു. വന്നതിന്റെ കുറച്ചാളെങ്കിലും ഒരു ജോലിയൊക്കെ ആയി കഴിയുമ്പോൾ ഒന്ന് ടയർഡാവും, അപ്പൊ വേണമെങ്കിൽ വരാതൊക്കെ ഇരിക്കാൻ മീറ്റിംഗ്. മര്യാദ ഇല്ലാത്ത പരിപാടിയാണ്, ഒരു മര്യാദയും കാണിക്കാത്ത പരിപാടിയാണ്, ഒരു കാരണവശാലും അത് വെച്ചു കുറിപ്പിക്കാൻ പറ്റുന്ന പരിപാടിയാണ്. ഇങ്ങനെയുള്ളവരെയൊക്കെ വിശ്വസിച്ച് നമ്മളെങ്ങനെ തെരഞ്ഞെടുപ്പിന് ഇറങ്ങണേ? നേരത്തെ തന്നെ എല്ലായിടത്തെയും പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. സ്ഥാനാർത്ഥികൾ നേരിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിയാൽ മതി. അടുത്ത 2.5 വർഷം ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. ഇത് ഒരു തരത്തിൽ പുതിയ ഭാരവാഹികളുടെ പെർഫോമൻസ് ഓഡിറ്റാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പണിയെടുത്തിട്ട് കാര്യമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് 18 കാസർഗോഡ്. പി കെ കുഞ്ഞാലിക്കുട്ടിക്കും അബ്ദുസമദ് സമദാനിക്കുമെതിരെ പരോക്ഷ വിമർശനവുമായി പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുടെ മകൻ മൊയ്ൻ അലി ശിഹാബ് തങ്ങൾ. MSF സംഘടിപ്പിച്ച പാണക്കാട് കുടുംബസ്മൃതി പൈതൃകം പരിപാടിയിൽ പി കെ കുഞ്ഞാലിക്കുട്ടിയും സമദാനിയും നടത്തിയ പ്രസംഗങ്ങളിലെ പരാമർശങ്ങൾക്ക് മറുപടിയായിട്ടാണ് മൊയ്ൻ അലി ശിഹാബ് തങ്ങളുടെ വാക്കുകൾ. പാണക്കാട് കുടുംബത്തെ പുകഴ്ത്തിയ മുതിർന്ന നേതാക്കളെ പാണക്കാട് കുടുംബത്തിലെ ഒരംഗം തന്നെ വിമർശിക്കുന്നു എന്നതാണ് ഇതിലെ വൈരുദ്ധ്യം. CV അനുമോദിന്റെ റിപ്പോർട്ടിലേക്ക്. ഒരു ഇടവേളയ്ക്ക് ശേഷം പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുടെ മകൻ മൊയ്ൻ അലി ശിഹാബ് തങ്ങൾ മുസ്ലിം ലീഗിലെ ഉന്നത നേതാക്കൾക്കെതിരെ പരോക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. പി കെ കുഞ്ഞാലിക്കുട്ടിയും അബ്ദുസമദ് സമദാനിയുമാണ് അദ്ദേഹം പരോക്ഷമായി വിമർശിച്ചത്. ഇതിലേക്ക് വഴിയൊരുക്കിയത് 16-ാം തീയതി മലപ്പുറത്ത് നടന്ന MSF സംസ്ഥാന കമ്മിറ്റി നടത്തിയ പൈതൃകം പരിപാടിയാണ്. ഈ പരിപാടിയിൽ പി കെ കുഞ്ഞാലിക്കുട്ടിയും സമദാനിയും നടത്തിയ പ്രസംഗങ്ങൾ അതാണ് മൊയ്ൻ അലി ശിഹാബ് തങ്ങളെ ചൊടിപ്പിച്ചത് എന്ന് വേണം കരുതാൻ. പാണക്കാട് കുടുംബത്തെ പുകഴ്ത്തിയായിരുന്നു ഇരുവരും സംസാരിച്ചത്. പക്ഷേ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു. പാണക്കാട് കുടുംബത്തിൻ്റെ ചില്ലയും കൊമ്പും വെട്ടാൻ ആരെയും അനുവദിക്കില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. അടുത്തിടെ പാണക്കാട് നേതാക്കൾക്കെതിരെ സമസ്തയിലെയും മറ്റ് സംഘടനകളിലെയും പലരും നടത്തിയ വിമർശനങ്ങൾക്കുള്ള ഒരു മറുപടി പോലെയായിരുന്നു കുഞ്ഞാലിക്കുട്ടി ഇക്കാര്യം പറഞ്ഞത്. MP അബ്ദുസമദ് സമദാനിയും പാണക്കാട് കുടുംബത്തെ പുകഴ്ത്തിയാണ് ചടങ്ങിൽ സംസാരിച്ചത്. പാണക്കാട് കുടുംബം ചന്ദ്രനോളം ഉയരത്തിലാണെന്നും അവരെ ആർക്കും സ്പർശിക്കാനാവില്ലെന്നുമായിരുന്നു സമദാനി പറഞ്ഞത്. എറിഞ്ഞാലെത്താത്ത ഉയരത്തിലാണ് ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ടും ചന്ദ്രനെ മൂടിക്കളയാൻ ഒരു കാർമേഘവും ഇന്നോളം അതിന് സാധിച്ചിട്ടില്ല എന്ന് വീണ്ടും വീണ്ടും ആണയിട്ട് പറഞ്ഞുകൊണ്ടും നീങ്ങിപ്പോവുക എന്നത് കാർമേഘത്തിൻ്റെ വിധിയാണെന്നും പൂർവോപരി ശോഭയോടെ ജ്വലിക്കുക എന്നത് തിങ്കൾ കലയുടെ വിധിയാണെന്നും. എന്നാൽ ഈ പുകഴ്ത്തലൊക്കെ നിരാകരിക്കുന്ന തരത്തിലാണ് കഴിഞ്ഞ ദിവസം മൊയ്ൻ അലി ശിഹാബ് തങ്ങൾ ഒരു ചടങ്ങിൽ സംസാരിച്ചത്. വലക്കണ്ടി തൻവീർ ക്യാമ്പസിൽ നടന്ന ആദർശ സംഗമത്തിലായിരുന്നു മൊയ്ൻ അലിയുടെ ഈ പ്രസ്താവന. അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്: ആരും ഇവിടെ കൊമ്പും ചില്ലയും വെട്ടാനൊന്നും പോകുന്നില്ല, അതൊക്കെ ചിലരുടെ തോന്നലാണ്. കുഞ്ഞാലിക്കുട്ടിയെ പരോക്ഷമായി എന്നാൽ നിശ്ചിതമായി വിമർശിക്കുന്നതായിരുന്നു മൊയ്ൻ അലി തങ്ങളുടെ വാക്കുകൾ. അതുപോലെ സമദാനിയുടെ പ്രസംഗത്തിനെയും മൊയ്ൻ അലി തങ്ങൾ വിമർശിച്ചു. ചന്ദ്രനെയും സൂര്യനെയും മറച്ചു പിടിക്കാൻ ഒന്നും ഇവിടെ ആരും ശ്രമിക്കുന്നില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. ഇവിടെ ആരും കൊമ്പിൻ്റെ ചില്ല വെട്ടാൻ ആരും പോകുന്നില്ല, സൂര്യൻ്റെ വിഷയം ഇവിടെ ഇല്ല, മേഘങ്ങൾ വരുന്ന വിഷയമൊന്നുമില്ല. അതൊക്കെ ഒരു തോന്നലാണ്. അത് പ്രായം ആകുന്നതിനനുസരിച്ച് നമുക്ക് മങ്ങലുകൾ വരും, കാഴ്ചകൾ. അപ്പോൾ അതൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ മാറും. നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ ഒക്കെ മനസ്സിലാക്കേണ്ടത് ജിഫ്രി തങ്ങളൊക്കെ വളരെ പക്വമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു, വളരെ വലിയൊരു പ്രഖ്യാപനം നടത്തി. അത് യഥാർത്ഥത്തിൽ ഇന്നത്തെ നേതാക്കന്മാരാവട്ടെ പണ്ഡിതന്മാരൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ താന്നു കൊടുക്കേണ്ട സ്ഥലത്ത് താന്നു കൊടുക്കണം എന്ന് വിചാരിച്ച് നമ്മൾ കുനിയണമെന്നല്ല. എന്തു തന്നെയാണെങ്കിലും ഒരു ഇടവേളയ്ക്ക് ശേഷം പാണക്കാട് കുടുംബത്തിനുള്ളിൽ നിന്ന് തന്നെ ലീഗിലെ ഉന്നത നേതാക്കൾക്കെതിരെ വിമർശനം ഉയരുന്നു എന്നതാണ് ഇവിടെ ശ്രദ്ധേയം. സമസ്തയും ലീഗും തമ്മിലുള്ള പ്രശ്നം പൂർണ്ണമായും പരിഹരിച്ചുവെന്ന് കരുതാനാകില്ല. ആ ഘട്ടത്തിലാണ് മൊയ്ൻ അലി ശിഹാബ് തങ്ങൾ കുഞ്ഞാലിക്കുട്ടിയെയും സമദാനിയെയും വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇത്തരം വിമർശനങ്ങൾ ആവർത്തിക്കുകയാണെങ്കിൽ
അത് ലീഗിനെ പ്രതിസന്ധിയിലാക്കുമെന്ന് ഉറപ്പാണ്. മലപ്പുറത്ത് നിന്നും അഖിലോട്ട് പറക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ കേരള സന്ദർശനം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന BJPക്ക് ഊർജം പകരുന്നതാണ്. പ്രചാരണത്തിന് തയ്യാറാകാൻ ശക്തി കേന്ദ്ര പ്രമുഖരോട് ആഹ്വാനം ചെയ്ത പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉടനുണ്ടാകുമെന്ന സൂചന കൂടിയാണ് നൽകുന്നത്. മിഷൻ സൗത്ത് ഇന്ത്യയുടെ ഭാഗമായി കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കണമെങ്കിൽ മോദിയുടെ വ്യക്തിപ്രഭാവം തന്നെയാകും BJPയുടെ തുറുപ്പുചീട്ട്. वोटरों को ये बताना चाहिए कि 10 वर्ष पहले तक जब देश में एक कमजोर और अस्थिर सरकार थी तो आए दिन आतंकी हमले होते थे. इसका सीधा असर हमारे निवेश पर पड़ता था और विदेशों में काम करने वाले हमारे देशवासियों पर पड़ता था. हमें उन्हें बार बार बताना होगा कि LDF, UDF का इतिहास किस तरह घोटालों का रहा है, भ्रष्टाचार का रहा है. आज भारत को दुनिया विश्व मित्र के रूप में देख रही है. നിങ്ങളുടെ ബൂത്തുകളിൽ നിങ്ങൾ വിജയിക്കൂ. ആ ബൂത്തിൽ വിജയിച്ചാൽ കേരളത്തിൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുമെന്ന് ആഹ്വാനം ചെയ്തായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പാർട്ടി പ്രവർത്തകരെ പ്രചാരണത്തിനായി രംഗത്തിറക്കുകയായിരുന്നു 2 ദിവസത്തെ കേരള സന്ദർശനം കൊണ്ട് പ്രധാനമന്ത്രി ലക്ഷ്യമിട്ടത്. വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേതുപോലെ വികസനവും വിശ്വാസവും ലക്ഷ്യമിട്ടുള്ള തെരഞ്ഞെടുപ്പ് തന്ത്രം തന്നെയാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും BJP പയറ്റുന്നത്. അതിന്റെ ഭാഗമായിട്ടായിരുന്നു 2 ദിവസത്തെ സന്ദർശനത്തിൽ ഷിപ്പ്യാർഡിൽ 3 വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും ഗുരുവായൂർ തൃപ്രയാർ സന്ദർശനവും. കേന്ദ്ര സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പാർട്ടി പ്രവർത്തകർക്ക് അദ്ദേഹം നിർദ്ദേശം നൽകി. ഉത്തരേന്ത്യൻ പാർട്ടി എന്ന ലേബലിൽ നിന്ന് ദക്ഷിണേന്ത്യയിലും കരുത്തുകാട്ടുക എന്നതാണ് BJPയുടെ ലക്ഷ്യം. അയോധ്യയെയും ശ്രീരാമനെയും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ സംസ്കാരവുമായി ചേർത്ത് നിർത്താനുള്ള ശ്രമങ്ങളും പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത് ശ്രദ്ധേയമായി. 22 जनवरी को प्राण प्रतिष्ठा अयोध्या में होगी, लेकिन श्री राम ज्योति उस दिन शाम को देश के घर घर में जलेगी, हर मंदिर में जलेगी. केरला तो वो राज्य है जो अपना पूरा 1 महीना रामायण को समर्पित करता है. यहाँ रामायण मासम मनाया जाता है. केरला में भी पूरे सद्भाव के साथ श्री राम ज्योति जले, ये संदेश आपको अपने क्षेत्र में हर घर में पहुंचाना है. ഹിന്ദി ഹൃദയഭൂമിയിൽ അയോധ്യ അനുകൂല ഘടകമാകുമെങ്കിലും ദക്ഷിണേന്ത്യയിൽ മറ്റൊരു തന്ത്രമാകും BJP പ്രയോഗിക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ നിന്നും വ്യക്തമായത്. കൊച്ചിയിൽ 8 മാസം മുൻപ് നടത്തിയ യുവാ പരിപാടിയിലും തൃശൂരിൽ നടന്ന മഹിളാ സമ്മേളനത്തിലും സിനിമാ താരങ്ങളെയും പൊതുസമ്മതരെയും പാർട്ടിയോട് അടുപ്പിക്കാനുള്ള നീക്കമുണ്ടായിരുന്നു. ശക്തി കേന്ദ്ര പ്രമുഖരുടെ പരിപാടിയിൽ പ്രൊഫസർ TJ ജോസഫിന്റെ സാന്നിധ്യവും BJPയുടെ പുതിയ രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് വിലയിരുത്തുന്നത്. 2 ആഴ്ചക്കിടെ മോദി നടത്തിയ 2 റോഡ് ഷോകൾ BJP അണികളിൽ വലിയ ആവേശം സൃഷ്ടിക്കുന്നുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പിൽ ഇതൊക്കെ വോട്ടാകുമോ എന്നത് കാത്തിരുന്ന് കാണാം. ടോം കുര്യാക്കോസ്, ന്യൂസ് 18, കൊച്ചി. പ്രാൺ പ്രതിഷ്ഠയ്ക്ക് ഒരുങ്ങിയ അയോധ്യ. അയോധ്യയിൽ പ്രാൺ പ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായുള്ള പൂജകൾ പുരോഗമിക്കുകയാണ്. രാംലല്ലയെ ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചുള്ള ചടങ്ങാണ് ഇന്ന് നടക്കുന്നത്. പ്രധാനമന്ത്രി 21-ന് അയോധ്യയിലെത്തും. സുരക്ഷയുടെ ചുമതല കേന്ദ്രസേന ഏറ്റെടുത്തു. അയോധ്യയിൽ ശ്രീരാമ ജന്മഭൂമിയിൽ പ്രാൺ പ്രതിഷ്ഠയ്ക്കായുള്ള എല്ലാ ഒരുക്കങ്ങളും അന്തിമഘട്ടത്തിലാണ്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഈ ക്ഷേത്രത്തിനുള്ളിൽ നടക്കുന്നത്. അത് രാംലല്ല വിഗ്രഹവുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം 150 മുതൽ 200 വരെ കിലോഗ്രാം തൂക്കമുള്ള വിഗ്രഹം ഇന്നലെ ഘോഷയാത്രയായി
ക്ഷേത്രത്തിൽ പരിസരത്ത് എത്തിച്ചിരുന്നു. ഇന്ന് ഇത് ക്ഷേത്രത്തിന്റെ ഗർഭഗൃഹത്തിൽ, അതായത് ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ച് പൂജ ചെയ്യുന്ന ചടങ്ങുകൾ പുരോഗമിക്കുകയാണ് എന്നുള്ളതാണ്. അത് 4 ദിവസം ഇത്തരത്തിൽ പൂജ ചെയ്ത ശേഷമാകും പ്രധാന പ്രതിഷ്ഠയിലേക്ക് എത്തുക എന്നുള്ളതാണ്. അത് ഈ താന്ത്രിക വിധി പ്രകാരമുള്ള വളരെ പ്രധാനപ്പെട്ട പൂജകളാണ് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 121 താന്ത്രികരുടെ, ഈ കർമ്മയോഗികളുടെ സാന്നിധ്യത്തിലാണ് ഇത്തരത്തിൽ പൂജാവിധികൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 16-ാം തീയതി യഥാർത്ഥ പൂജ ആരംഭിച്ചു. അതിനുശേഷം 22 വരെ ഈ പൂജ തുടരും. ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള പ്രത്യേക ശൈലിയിലുള്ള പൂജകളാണ്. അതിൽ ഈ പ്രായശ്ചിത്ത പൂജകൾ അടക്കം വരും എന്നാണ് നമ്മളോട് ഇവരെ വ്യക്തമാക്കിയിട്ടുള്ളത്. ക്ഷേത്ര ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ എല്ലാ ഒരുക്കങ്ങളും അതിന്റെ ക്രമീകരണങ്ങളും അതിന്റെ പൂർത്തീകരണത്തിലേക്ക് കടക്കുകയാണ്. സ്വാമിജി കഹാ സേ ആയാ ഹൈ? हम तो यहीं के हैं, अयोध्या के, हनुमानगढ़ी के। मैं राजकुमार दास। मैं खुशहाली में सारे जगत के कल्याण के लिए लोगों को अपनी तरफ से साधुवाद देने के लिए मैं शंख बजाता हूँ और देश के हित के लिए कार्य करता हूँ, भजन करता हूँ। सारा संसार सुखी रहे, हम साधुवाद देता हूँ सबको अपनी तरफ से। और क्या जानना चाहते हैं आप? नहीं कोई नहीं, आपसे इतना ही ज्यादा है. देखो सीताराम सीताराम सीताराम. അതാണ് ഈ പറഞ്ഞതുപോലെ വളരെയധികം തരത്തിലുള്ള വേഷഭൂഷാദികളും ഭക്തിയുടെ മറ്റു പല പ്രകടനങ്ങളുമായി ഒരുപാട് ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ സംസാരിച്ച ആളുകളൊക്കെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന്, മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ ഈ രാമപ്രതിഷ്ഠ കാണാൻ വേണ്ടി മാത്രമാണ് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത്. അങ്ങ് നിരവധി ആളുകളെ നമുക്ക് ദൃശ്യങ്ങളിലടക്കം കാണാം. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ പല ആളുകളോടും സംസാരിക്കുമ്പോൾ അവരൊക്കെ വർഷങ്ങളായി കാത്തിരുന്ന ഒരു വലിയ കാര്യം, അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നതിൻ്റെ സന്തോഷമാണ് പലരും പങ്കുവെക്കുന്നത് എന്നുള്ളതാണ്. ഒരുപാട് പേർ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നുണ്ട്. നമുക്കറിയാം 20 ഇന്ന് നാളെ കൂടി മാത്രമാണ് 18. ഇന്ന് 18ആണ്. 19-ാം തീയതി കൂടി മാത്രമാണ് പൊതുജനങ്ങൾക്കായി ഇവിടെ ഇത്തരത്തിൽ ദർശനത്തിനുള്ള അവസരമുണ്ടാവുക. അതിനുശേഷം 20, 21, 22 തീയതികളിൽ പൊതുജനങ്ങൾക്ക് ഈ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശനമില്ല എന്നുള്ളതാണ്. VIP-കൾക്ക്, അതായത് വിശിഷ്ട വ്യക്തികൾക്ക് മാത്രമാകും പ്രവേശനം. 21-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ എത്തും. അദ്ദേഹം അയോധ്യയിൽ 21-നും 22-നും സന്ദർശനം നടത്തും. 21-ന് അദ്ദേഹം എത്തി ഈ നേരത്തെ പറഞ്ഞതുപോലെ പ്രാൺ പ്രതിഷ്ഠയ്ക്കുള്ള അന്തിമ ഘട്ട കാര്യങ്ങൾ വിലയിരുത്തുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അദ്ദേഹം അന്ന് ഈ സരയൂ നദിയുടെ തീരത്തെത്തുകയും ചെയ്യും. പ്രാൺ പ്രതിഷ്ഠ ദിവസം സരയൂ നദിയുടെ തീരത്തോട് 2 കിലോമീറ്റർ നടന്നാകും അദ്ദേഹം ഈ അയോധ്യയിലേക്ക് എത്തുക, ക്ഷേത്രത്തിലേക്ക് എത്തുക എന്നാണ്. അതിനുള്ള പ്രത്യേക സംവിധാനങ്ങൾ അവിടെ ഒരുങ്ങുന്നുണ്ട്. മറ്റൊന്ന്, ഈ ഹനുമാൻ ക്ഷേത്രമുണ്ട് തൊട്ടടുത്ത്. ഹനുമാൻ ക്ഷേത്രത്തിലും അദ്ദേഹം എത്തുകയും ദർശനം നടത്തുകയും ചെയ്യും. അങ്ങനെ വളരെ ചിട്ടയായി തന്നെ ഓരോ കാര്യങ്ങളും ആസൂത്രണം ചെയ്താണ് ഇവിടെ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അങ്ങനെ അയോധ്യ വലിയ ഉത്സവ അന്തരീക്ഷത്തിലാണ്. പ്രതിദിനം 1 ലക്ഷത്തിലധികം ആളുകൾ ഇവിടേക്ക് എത്തി ദർശനം നടത്തി മടങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ആളുകളെയൊക്കെ ഉൾക്കൊള്ളാനുള്ള ഒരു രീതിയിലേക്ക് അയോധ്യ എത്തിച്ചേരുന്നുമുണ്ട്. കാരണം ഇത്ര ആളുകൾക്ക് താമസിക്കാനുള്ള സൗകര്യം വേണം. ഈ ക്ഷേത്ര ട്രസ്റ്റും സർക്കാരും ഒത്തുചേർന്നാണ് ഇത്തരം കാര്യങ്ങൾ മൊത്തം നിരീക്ഷിച്ചു വരുന്നത്. ഹോട്ടൽ മുറികളൊക്കെ സർക്കാർ കൂടുതലായി ഏറ്റെടുക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ആളുകളെ താമസിക്കാനുള്ള കാര്യങ്ങൾ, അപ്പോൾ ഈ ക്ഷേത്ര ട്രസ്റ്റിന്റെ പ്രത്യേക ഏതാണ്ട് 15,000-ഓളം ആളുകൾക്ക് താമസിക്കാനുള്ള സംവിധാനം അവിടെ സരയൂ നദീതീരത്ത് പ്രത്യേകമായി ഒരുങ്ങുന്നുണ്ട്. അങ്ങനെ എല്ലാ തലങ്ങളിലുമുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയാക്കിയാണ് ഇത് മുന്നോട്ട് പോകുന്നത്. സുരക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. സുരക്ഷയുമായി ബന്ധപ്പെട്ട് എല്ലാ തലത്തിലുമുള്ള കേന്ദ്ര സംഘമടക്കം ഇവിടെ എത്തി ഈ സുരക്ഷ, SPG അടക്കമുള്ള ആളുകൾ ഇവിടെയുണ്ട്, കമാൻഡോ സംഘങ്ങളുണ്ട്. അങ്ങനെ ഓരോ തരത്തിലുമുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെ ഒരുക്കുന്നു. അങ്ങനെ അയോധ്യ ഏതാണ്ട് പൂർണ്ണമായും ഒരുങ്ങുന്നു ഈ പ്രാൺ പ്രതിഷ്ഠയ്ക്കായി. ഇപ്പോൾ പ്രധാനപ്പെട്ട പൂജാ ചടങ്ങുകൾ അവിടെ പുരോഗമിക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഇവിടെ തൊട്ടടുത്ത് തന്നെ, ഇവിടുന്ന് 1.5 കിലോമീറ്റർ അകലെയായി മറ്റൊരു മഹായാഗം കൂടി നടക്കുന്നുണ്ട്. അത് എല്ലാ വർഷവും നടക്കുന്ന യാഗമാണ് എങ്കിൽ പോലും പ്രതിഷ്ഠയുടെ പ്രാധാന്യം പരിഗണിച്ച് ഇത്തവണ കൂടുതൽ ആയുള്ള യാഗങ്ങൾ ആളുകൾ പങ്കെടുക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണാം. ഒരുപാട് ആളുകളാണ് ഇവിടേക്ക് എത്തി ഈ ദർശനത്തിനായി. बैंगलोर से दर्शन किया। कैसा लग रहा है? अच्छा है, अच्छा है। कितना लोग आए आपके साथ? 40। पहले बार आया इधर? पहले बार आया। अयोध्या कैसा लगा? अच्छा है, बहुत अच्छा है, सुंदर है। खाना पीना सब कुछ? नहीं नहीं, राम दर्शन होगा। वापस जा रहे? वापस जा रहे। आपको बेंगलोर में सब कुछ अच्छा है? अच्छा है। कैसा? जय श्री राम, जय श्री राम, जय श्री राम, जय श्री राम। भगवान श्री राम अच्छे, आंजनेय अच्छे।
कर्नाटक बेंगलोर जय श्री राम. ഇങ്ങനെ ഈ ഓരോരുത്തരും വലിയ സംഘങ്ങളായി ഇവിടെ എത്തുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ട്രെയിനുകളുടെ ഒക്കെ ബുക്കിംഗ് വലിയ തിരക്കാണ്. അത് ഏതാണ്ട് 2 മാസത്തേക്കുള്ള ബുക്കിംഗ് ഒക്കെ പൂർത്തിയായി എന്നുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഒപ്പം ഇവിടുത്തെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് കൂടുതൽ സർവീസുകൾ ആരംഭിക്കുന്നു. ഇന്നലെ മുംബൈയിലേക്കും ഒപ്പം ഡൽഹിയിലേക്കും ഒക്കെയുള്ള സർവീസുകൾ ആരംഭിച്ചു കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ കൂടുതൽ ചാർട്ടേഡ് വിമാനങ്ങൾ, 100ഓളം ചാർട്ടേഡ് വിമാനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. വിശിഷ്ട അതിഥികളെയും വഹിച്ചുകൊണ്ടുള്ള വിമാനങ്ങളാണ് ഇവിടേക്ക് എത്തുക. അങ്ങനെ പൂർണ്ണ സജ്ജമായ ഒരു അയോധ്യയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. വലിയ ഒരു മഹാസംഭവത്തിന് സാക്ഷ്യം വഹിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയുള്ള ഒരു അയോധ്യയുടെ മുഖം കൂടി നമുക്കിവിടെ നിന്ന് കാണാം. പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം രഞ്ജിത്ത് രാമചന്ദ്രൻ, അയോധ്യ. രാംലല്ലയ്ക്ക് പാൻ വളരെ പ്രിയമാണ്. പതിറ്റാണ്ടുകളായി ക്ഷേത്രത്തിന് പാൻ നൽകുന്ന ഒരു കടയുണ്ട്. രാംലല്ലക്ക പാൻ ഷോപ്പ് എന്നാണ് അമ്പലത്തോട് ചേർന്ന് നിൽക്കുന്ന ഈ കട അറിയപ്പെടുന്നത്. രാംലല്ലയുടെ, അയോധ്യയിലെ രാംലല്ലയുടെ സമീപത്ത് നിന്ന് ചില വ്യത്യസ്തമായ കാര്യങ്ങൾ കൂടി പ്രേക്ഷകർക്കായി പങ്കുവെക്കാം. അതിലൊന്ന്, രാംലല്ല പാൻ കഴിക്കുന്നതിൽ പ്രിയനാണ് എന്നുള്ളതാണ്. രാംലല്ലയ്ക്ക് പതിറ്റാണ്ടുകളായി പാൻ നൽകുന്ന ഒരു ഷോപ്പുണ്ട് ഇവിടെ തൊട്ടടുത്ത്, അമ്പൽ തൊട്ടടുത്ത്. അത് ഇവിടെ നിന്ന് ദിവസേന 40ഓളം പാനുകൾ രാംലല്ലയുടെ ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട്. ഈ പ്രാൺ പ്രതിഷ്ഠാ ദിനം 550 പാനുകൾക്കുള്ള ഓർഡർ ഈ ഷോപ്പിൽ ലഭിച്ചിട്ടുണ്ട്. പ്രതിഷ്ഠാ ദിനത്തിൽ, നേരത്തെയുള്ള ദിനത്തിൽ, ഇതുമായി ബന്ധപ്പെട്ട ഉദ്ഘാടന ദിനത്തിൽ ഏതാണ്ട് 150ഓളം പാനുകൾ നൽകിയിരുന്നു എന്നുള്ളതാണ്. ഇദ്ദേഹമാണ് അതിന്റെ പ്രധാന കക്ഷി. ഭായ്, ആപ്കാ നാം? വിനയ് ചൗരസിയ. വിനയ് ചൗരസിയ ഇവിടെ അച്ഛനും അപ്പൂപ്പനും ഒക്കെ നടത്തി വന്ന കടയാണ്. ഇപ്പോൾ വിനയ് ചൗരസ് നടത്തുന്നു. അവരുടെ കാലം മുതൽ തന്നെ ഇവിടെ നിന്ന് പാൻ രാംലല്ല അടുത്തേക്ക് പോയിക്കൊണ്ടിരുന്നു. ഇധർ സെ കിतना पान जाता है डेली? जो पर डे अभी जा रहा है वो मतलब 40 पान. हाँ, स्वीट पान रहता है 40 पान. अदर अभी मतलब 2-3 साल से पहले 25 पान, 20 पान ऐसे आता था. अब जब से फैसला आया और जैसे वहाँ की व्यवस्थाएं बदली हैं, अब हम लोग को ऑर्डर जो मिल रहा है 40 पान का. अब इसके बाद जब भूमि प्राण प्रतिष्ठा हो जाएगा, इसके बाद फिर से और इसको बढ़ाया जाएगा. अब कितना बढ़ाते वो ट्रस्ट के ऊपर डिपेंड करता है. अभी इसके साथ और ऑर्डर आएगा. हाँ, अब क्योंकि अब वहाँ पे क्वांटिटी की ज्यादा, क्योंकि ज्यादा भक्त आएंगे. भगवान जब मतलब भोजन करते हैं उसका उनको स्वीट पान चढ़ता है. तो हम लोग काफी समय से लगे हुए हैं, अभी भी चल रहा है. तो डेली जब हमें 12 बजे का टाइमिंग मतलब रहता है, जो 11 से 12 बजे, उससे बीच में हमें पहुँचाना रहता है. तो यहाँ से लगा के या तो घर से लगा के मैं समय से वहाँ पहुँचाना रहता है. तो मीठा पान जाता है, वो गुलकंद रहता है, करौंदा रहता है, मीठी सौंफ रहती है. स्पेशल पान बनाता है उसके लिए? जी स्पेशल पानी रहता है. क्योंकि एक सौंफ हो गया, ग्रीन सौंफ, कोकोनट, ये ग्रीन सौंफ है, मतलब स्वीट सौंफ है, और चेरी है, लौंग है, इलायची है और करौंदा है. इसमें गुलकंद पड़ता है. हाँ, भगवान रामलला 5 वर्ष की अवस्था में है, तो उनको स्वीट पान जो चढ़ता है वो स्वीट रहता है. उसके साथ साथ करौंदा रहता है और गुलकंद की मात्रा उसमें रहती है. लौंग, इलायची, सुपारी नहीं रहता है. सुपारी का 1 ही दाना रहता है. ठीक है. और चूने की मात्रा बहुत कम होती है ताकि मुंह न कटे भगवान का. इस वजह से आपका पिताजी और ग्रैंडफादर सब ये करता था ना? हाँ, मेरे पिताजी पे करते हैं, मेरे पापा दादा जी थे वो भी ये काम करते आए हैं. तो मेरी शॉप पहले राम जन्मभूमि मंदिर के पास ही थी, तो मुझे आने जाने में दिक्कत नहीं होती थी. वहीं से मतलब मैं चला जाता था. अब जो है, अब जब से 1995 में मैं यहाँ पे शिफ्ट हुआ, 92 वहाँ कार सेवा जब हुई थी, तब से यहाँ से डेली रेगुलर जाने लगा वहाँ पे. मुझे भी एक पान बना के ले गए इस तरफ? मिलेगा, स्वीट पान मिलेगा आपको भी लगा के. कोई स्पेशल नाम है पान को? गुलकंद पान कह सकते हैं. गुलकंद. ഓക്കെ, ഇത് ഇപ്പോൾ എനിക്ക് കിട്ടിയ ഒരു പാനാണ്. അപ്പോൾ നമുക്കതൊന്ന് കഴിച്ചു നോക്കാം അല്ലേ? അപ്പോൾ രാംലല്ലയുടെ പാൻ ഷോപ്പിൽ നിന്നും പ്രശാന്തിനൊപ്പം രഞ്ജിത്ത്, അയോധ്യ. സ്വപ്ന സാഫല്യത്തിനായി രാമജന്മഭൂമി ഒരുങ്ങുന്നു. പ്രാൺ പ്രതിഷ്ഠയ്ക്കായി വിശ്വാസി സഹസ്രങ്ങൾ കാത്തിരിക്കുകയാണ്. രാമനാമം ചൊല്ലി നാടും നഗരവും മുഴുവൻ അയോധ്യയിലേക്ക്. രാമഭജനുകളാൽ മുഖരിതമായ അയോധ്യാപുരിയിൽ നിന്ന് രഞ്ജിത്ത് രാമചന്ദ്രന്റെ റിപ്പോർട്ടുകളും
പ്രശാന്ത് മംഗലശ്ശേരിയുടെ ദൃശ്യങ്ങൾ. അയോധ്യ മുഴുവൻ ഭക്തിസാന്ദ്രമാണ്. അയോധ്യ പ്രാൺ പ്രതിഷ്ഠ കവറേജ് സമഗ്രമായി ന്യൂസ് 18-ൽ മാത്രം. ന്യൂസ് 18 കേരളം, മലയാളത്തിന്റെ ദേശീയ ചാനൽ. ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം മലൈക്കോട്ടെ വാലിബൻ തന്റെ കരിയറിലെ ഇതുവരെ കാണാത്തൊരു കഥാപാത്രമായിരിക്കുമെന്ന് മോഹൻലാൽ. ചിത്രം ഏറെ പ്രതീക്ഷയോടെയാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നതെന്ന് സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരിയും പറഞ്ഞു. മലൈക്കോട്ടെ വാലിബൻ പോലൊരു ചിത്രം ഇന്ത്യൻ സിനിമയിൽ മുൻപ് ഉണ്ടായിട്ടില്ലെന്ന് നടൻ മോഹൻലാൽ. വലിയൊരു ക്യാൻവാസിലൊരുക്കിയ ചിത്രം പ്രേക്ഷകരെ നിരാശപ്പെടുത്തില്ല എന്നാണ് വിശ്വാസമെന്നും മോഹൻലാൽ പറയുന്നു. ഈ സിനിമ തുടങ്ങിയത് ഒരു വർഷം മുമ്പാണ്. കറക്റ്റ് ഈ ഒരു വർഷം, ഇന്ന് ഒരു വർഷം ആകെ. അത്രയും സമയമെടുത്ത് ചെയ്തൊരു സിനിമയാണ്. ഒരു ഫോക്ലോർ, നാടോടി കഥ പോലത്തെ സിനിമയാണ്. അതിനെ വലിയൊരു ക്യാൻവാസിൽ ഏറ്റവും മനോഹരമായിട്ട് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഒരു കൂട്ടം ആളുകളുടെ ഒരു വർഷത്തെ പ്രവർത്തനത്തിന്റെ ഫലമാണ് മലൈക്കോട്ടെ വാലിബൻ. ചിത്രം 25-ന് തിയേറ്ററുകളിലെത്തും. 25-ാം തീയതി സിനിമ റിലീസാവുകയാണ്. അപ്പോൾ നമ്മുടെ എൻറ്റയർ ടീം, ഒരുപാട് ആളുകൾ രാജസ്ഥാനിലും ചെന്നൈയിലും അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ വലിയൊരു കൂട്ടം ആളുകളുടെ ഒരു വർഷത്തെ എഫേർട്ടിൻ്റെ റിസൾട്ട് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കാൻ പോവുകയാണ് 25-ാം തീയതി. വലിയ പ്രതീക്ഷയോടെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു ആ ദിവസത്തിനായിട്ട്. കൊച്ചി ട്രാവൻകൂർ ഹോട്ടലിൽ നടന്ന പത്രസമ്മേളനത്തിൽ നിർമ്മാതാവ് ഷിബു ബേബി ജോൺ, നായിക സൊണാലി കുൽക്കർണി തുടങ്ങിയവരും പങ്കെടുത്തു. ഹരീഷ് പേരടി, കഥാനന്ദി, ഡാനിഷ് സെയ്ത്ത്, മണികണ്ഠൻ ആർ ആചാരി എന്നിവരും ചിത്രത്തിൽ മറ്റു കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട്. ന്യൂസ് 18 കൊച്ചി. തിരുവനന്തപുരം പാറശാലയിൽ പാർക്കിങ്ങിലെ ചൊല്ലിയുള്ള തർക്കത്തിൽ സഹോദരങ്ങൾക്ക് മർദ്ദനം. കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം. സിനു, സിജു എന്നീ സഹോദരന്മാർക്കാണ് പരിക്കേറ്റത്. വാരിയിൽ പൊട്ടിയ സിജുവിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സിനുവും ചികിത്സ സ്വീകരിക്കുന്നുണ്ട്. പാറശാല ഗാന്ധി പാർക്കിന് സമീപത്തെ അയൂബ് ഖാന്റെ കടയുടെ മുന്നിൽ വാഹനം പാർക്ക് ചെയ്തതാണ് പ്രകോപനത്തിന് കാരണമെന്ന് ഇരുവരും പറയുന്നു. കടയുടമയും മകനും ഉൾപ്പെടെ 3 പേർ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. കോട്ടയം കിടങ്ങൂരിൽ വൈദ്യുതി ടവർ മുകളിൽ കയറി യുവാവിൻ്റെ ആത്മഹത്യാ ഭീഷണി. ഈരാറ്റുപേട്ട അമ്പാറ സ്വദേശി പ്രദീപാണ് ടവറിന് മുകളിൽ കയറി ഭീഷണി മുഴക്കിയത്. ജീവിക്കാൻ സഹായം വേണം എന്നാവശ്യപ്പെട്ടാണ് ആത്മഹത്യാ ഭീഷണി. ഇയാൾ നേരത്തെയും സമാനമായ രീതിയിൽ ടവറിന് മുകളിൽ കയറിയിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. കുട്ടികൾ ചൈൽഡ് ലൈനിലാണ്. ഇയാളെ പിന്നീട് താഴെ ഇറക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നതാണ് ഏറ്റവും ഒടുവിൽ വരുന്നത്. തൃശ്ശൂരിൽ ആന ഇടഞ്ഞോടിയതിനെ തുടർന്ന് വാദ്യക്കാരനുൾപ്പെടെ 4 പേർക്ക് പരിക്കേറ്റു. കൈപ്പറമ്പ് പുത്തൂർ തിരുവാണിക്കാവ് അമ്പലത്തിൽ ഇന്ന് പുലർച്ചെ 5:30-ക്കാണ് സംഭവം. ക്ഷേത്രത്തിലെ എഴുന്നള്ളിപ്പിനിടെ ശബരിനാഥ് എന്ന ആനയാണ് ഇടഞ്ഞോടി പരിഭ്രാന്തി പരത്തിയത്. ആനയുടെ പരാക്രമം കണ്ട് ഭയന്ന് ഓടുന്നതിനിടെ 4 പേർക്ക് പരിക്കേൽക്കുകയായിരുന്നു. വിരണ്ടോടി ആന പൂരപ്പറമ്പിലെ സ്റ്റോളുകളും തിടമ്പും തകർത്തു. ലക്ഷങ്ങളുടെ നാശനഷ്ടമുണ്ടായതായി കച്ചവടക്കാർ പറയുന്നു. കണ്ണൂർ കരുവഞ്ചാലിൽ നിർത്തിയിട്ടിരുന്ന ബസ്സിനു പിന്നിൽ മറ്റൊരു ബസ് ഇടിച്ച അപകടം. കരുണാപുരം പള്ളിക്ക് മുന്നിലായിരുന്നു അപകടം. 8 യാത്രക്കാർക്ക് പരിക്കേറ്റു. നിർത്തിയിട്ടിരുന്ന ബസ്സിൽ കയറാൻ റോഡ് മുറിച്ചെത്തിയ 2 സ്ത്രീകൾക്ക് ഗുരുതരമായ പരിക്കേറ്റു. ഗുരുതരമായി പരിക്കേറ്റ ഇവരെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സിനിമാ സംവിധാനത്തിലും രചനയിലും മാത്രമല്ല കൃഷിയിലും വൻ വിജയം കൊയ്യുകയാണ് വയനാടിൻ്റെ സ്വന്തം സംവിധായകൻ. കല്ലൂർ ടൗണിനോട് ചേർന്ന്
പാട്ടത്തിനെടുത്ത 2.5 ഏക്കർ സ്ഥലത്താണ് വയനാടിനെ മലയാള സിനിമയിൽ അടയാളപ്പെടുത്തിയ ശരത് ചന്ദ്രൻ പച്ചക്കറി കൃഷിയിലടക്കം വിജയഗാഥ രചിച്ചത്. വയനാടിനെ കേരളക്കരയുടെ വെള്ളിത്തിരിയിൽ എഴുതി ചേർത്ത ശരത് ചന്ദ്രൻ വയനാടാണ് കൃഷിയിലും സൂപ്പർ ഹിറ്റായി മാറിയിരിക്കുന്നത്. ഇദ്ദേഹം താമസിക്കുന്ന നൂൽപ്പുഴ കല്ലൂർ ടൗണിനോട് ചേർന്നുള്ള സ്ഥലത്താണ് കൃഷി. പാട്ടത്തിനെടുത്ത 2.5 ഏക്കർ സ്ഥലത്താണ് വിവിധ കൃഷികൾ ഇദ്ദേഹം ചെയ്തിരിക്കുന്നത്. പച്ച വിരിച്ച് സമൃദ്ധമായി വിളഞ്ഞു നിൽക്കുന്ന പാടം കണ്ടാൽ സൂപ്പർ ഹിറ്റായി ഓടുന്ന പടം പോലെയാണ് തോന്നുക. പയർ, ചീര, മുളക്, വാഴ, ചോളം, കാച്ചിൽ അങ്ങനെ പോകുന്നു ഇദ്ദേഹത്തിന്റെ കൃഷിയിടത്തിലെ വിളകൾ. ക്യാമറയ്ക്ക് പിറകിൽ നിന്ന് നടീനടന്മാർക്ക് നിർദ്ദേശം നൽകി കഥാപാത്രങ്ങളാക്കി മാറ്റുന്ന ഈ മനുഷ്യൻ അങ്ങനെ കൃഷിയിലും വിജയം കൊയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു സിനിമ ചെയ്തിട്ട് പിന്നെ വേറൊരു സിനിമയ്ക്ക് വേണ്ടി കുറേ കാലം കാത്തിരിക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളിങ്ങനെ കൃഷി ചെയ്യുമ്പോൾ അതൊരു മനസ്സിന് വലിയ സന്തോഷമാണ്. അപ്പോൾ ഞാനെൻ്റെ സിനിമയുടെ ഇടവേളയിൽ ചെയ്യുന്ന ഏറ്റവും വിനോദം എന്നും പറയാം, മനസ്സിനൊരു സന്തോഷം എന്നും പറയാം, ഇതൊക്കെ കിട്ടുന്നത് കൃഷിയിൽ നിന്നാണ്. സിനിമയുടെ ഇടവേളകളിലാണ് കൃഷിയിലേക്ക് ഇദ്ദേഹം ഇറങ്ങുക. രാവിലെ 6 മണിക്ക് കൃഷിയിടത്തിലെത്തുന്ന സംവിധായകൻ 9 മണി വരെ ഇവിടെ തുടരും. പിന്നീട് വൈകിട്ടെത്തി കൃഷി പരിചരണം നടത്തും. സിനിമ ഇടവേളകളിൽ കൃഷി ചെയ്യുന്നത് ലാഭനഷ്ടം നോക്കിയല്ലെന്നും സന്തോഷമാണെന്നും യുവതലമുറ കൃഷിയിലേക്ക് ഇറങ്ങണമെന്നും അദ്ദേഹം പറഞ്ഞു. സൂപ്പർ ഹിറ്റായ ചതിയാണ് ഇദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ ഒടുവിൽ പുറത്തിറങ്ങിയത്. സിനിമയിൽ മാത്രമല്ല, വയനാടിന്റെ സംവിധായകൻ ശരത് ചന്ദ്രൻ വയനാടങ്ങനെ കൃഷിയിലും വിജയം രചിച്ചിരിക്കുകയാണ്. ന്യൂസ് 18 വയനാട്. 2024 ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ ബ്രാൻഡ് എന്ന പദവി നിലനിർത്തി ജിയോ. ആഗോള കൺസൾട്ടൻസി സ്ഥാപനമായ ബ്രാൻഡ് ഫിനാൻസിന്റെ റിപ്പോർട്ട് പ്രകാരം LIC, SBI എന്നിവയെ മറികടന്നാണ് ജിയോയുടെ കുതിപ്പ്. ബ്രാൻഡ് ഫിനാൻസിന്റെ 2023 റാങ്കിങ്ങിലും ആദ്യ സ്ഥാനത്ത് ജിയോ എത്തിയിരുന്നു. ലോകത്തിലെ ഏറ്റവും ശക്തമായ ബ്രാൻഡുകളുടെ ലിസ്റ്റിൽ ജിയോ 17ാം സ്ഥാനത്താണ്. EY, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ ബ്രാൻഡുകളേക്കാൾ മുന്നിലാണ് ജിയോ. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 5700 രൂപ, പവന് 45,600 രൂപ. 18 ക്യാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് 4750, പവന് 38,000 രൂപയും. വെള്ളി ഗ്രാമിന് 77, കിലോയ്ക്ക് 77,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർത്തയിൽ ഇന്ന് പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ പരിപാടി സ്വീകരിക്കും.